സെർജിയോ ബുസ്കറ്റ്സ്, സ്പാനിഷ് ഡിഫൻസീവ് മിഡ്ഫീൽഡർ. റോഡ്രിക്ക് മുമ്പ് ആ റോള് കൃത്യമായി ചെയ്തിരുന്ന സ്പെയിനിന്റെ വജ്രായുധം, അങ്ങനെ തന്നെ വേണം പറയാൻ. ബാർസലോണയുടെ ടോപ്പ് പ്ലെയർ. 16 വർഷമാണ് FC ബാർസലോണയ്ക്ക് വേണ്ടി സെർജിയോ ബുസ്കറ്റ്സ് കളിച്ചിരിക്കുന്നത്. നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നല്ല, ഒരു റെക്കോർഡ് അദ്ദേഹത്തിന് പറയാണ്. അദ്ദേഹം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 16 വർഷങ്ങൾ FC ബാർസലോണയ്ക്ക് വേണ്ടി ബൂട്ട് കിട്ടിയിട്ടുണ്ട്. ഈ 16 വർഷങ്ങൾക്കിടയിൽ അദ്ദേഹത്തിന് ബാർസലോണയ്ക്ക് വേണ്ടി ആകെ കൂടി മിസ്സായിരിക്കുന്നത് വെറും 16 മത്സരങ്ങൾ മാത്രം. ഒന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, 16 മത്സരങ്ങൾ മാത്രമേ അദ്ദേഹത്തിന് മിസ്സായിട്ടുള്ളൂ. 16 വർഷത്തെ കണക്കാണ് പറയുന്നത് കേട്ടോ. 1-2 വർഷം കളിച്ച കോൺട്രാക്ട് അല്ല പറയുന്നത്. 16 വർഷം കളിച്ചിട്ട് അതിൽ വെറും 16 മത്സരങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ളൂ. അതന്നെയാണ് താരത്തെ മറ്റു താരങ്ങളിൽ നിന്ന് വ്യത്യസ്തനാക്കുന്നത്. ഇഞ്ചുറി തീരെ കുറവുള്ള ഒരു പ്ലെയറുടെ ലിസ്റ്റിൽ, എലൈറ്റ് ലിസ്റ്റിൽ പെടുന്ന ഒരാളാണ് സെർജിയോ ബുസ്കറ്റ്സ്. അത് സ്പെയിൻ ടീമിനും കുറെ ഗുണം ചെയ്തിട്ടുണ്ട്. കാരണം റോഡ്രിക്ക് മുമ്പ് അവർ ഡിഫൻസീവ് മിഡ്ഫീൽഡാണ് അടക്കി ഭരിച്ചിരുന്നത്. ഇനിയസ്റ്റ, സാവി എന്നവരെ കാലഘട്ടത്തിൽ അവർക്ക് ഷീൽഡായിട്ട് നിന്നിരുന്നത് സെർജിയോ ബുസ്കറ്റ്സ് ആണെന്നുള്ള കാര്യം നമ്മൾ ആരും മറക്കരുത്. അദ്ദേഹത്തിന്റെ ആ ഒരു ക്വാളിറ്റി കണ്ടുകൊണ്ട് തന്നെയാണ് ബാർസലോണ 16 വർഷം അദ്ദേഹത്തിന് കോൺട്രാക്ട് വീണ്ടും റിന്യൂ ചെയ്തുകൊണ്ടിരുന്നത്. അദ്ദേഹം എന്താ പറയാ, അവസാന കാലഘട്ടം വരെ ബാർസലോണയ്ക്ക് വേണ്ടി ജീവൻ പണയം വെച്ച് വരെ കളിച്ചിട്ടുണ്ട്. കാരണം ഓരോ ടാക്കിളുകളായാലും ഓരോ സംഭവങ്ങളും ചാമ്പ്യൻസ് ലീഗ് നേടിക്കൊടുത്തിട്ടുണ്ട്, ലാലിഗ നേടിക്കൊടുത്തിട്ടുണ്ട്. എല്ലാ ട്രോഫിയിലും ബാർസലോണയ്ക്ക് മുത്തമിടാൻ ഏറ്റവും കൂടുതൽ വഴിയൊരുക്കിയിരിക്കുന്നതിൽ ഏറ്റവും പ്രധാന എന്താ പറയാ പ്ലെയറെ മാറിയിരിക്കുന്നത് സെർജിയോ ബുസ്കറ്റ്സ് ആണ്. കാരണം അന്നൊക്കെ റയൽ മാഡ്രിഡിന് കാസിമിറോ ഉണ്ടായിരുന്ന അതേ റോള് ഇപ്പൊ റോഡ്രി റയൽ മാഡ്രിഡിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന റോള്, ഈ എഞ്ചിൻ റോള്, ആ റോള് അന്ന് അത്രയും കാലം ചെയ്തുകൊണ്ടിരുന്നത് സെർജിയോ ബുസ്കറ്റ്സ് ആണ് എന്നതാണ് യാഥാർത്ഥ്യം. സോ അദ്ദേഹത്തിന്റെ ഈ റെക്കോർഡ് നിങ്ങളുമായി ഷെയർ ചെയ്യാനാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്തത്.